വികസിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയ്ക്ക് പിന്നാലെ ഇടുക്കിയിലും മലയോര മേഖലയിലും പ്രതീക്ഷയുമായി തുരങ്കപാതയുമായി എത്തുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. ഇടുക്കിയെ മിടുക്കിയാക്കാൻ ഇടുക്കിയുടെ മലയോര മേഖലയിലെ ചരക്കു നീക്കത്തിനും അതേപോലെ തന്നെ ടൂറിസം വികസനത്തിനും ഒക്കെ ഊന്നൽ നൽകി കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് നോക്കൂ, സംസ്ഥാന സർക്കാർ 10 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളെ, അതായത് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച് 2 സംസ്ഥാനങ്ങൾക്കിടയിലെയും ചരക്ക് നീക്കം വേഗത്തിലാക്കാം എന്നതാണ് ഈ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്ന കാര്യം. ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ്. കാരണം ടൂറിസം വികസനത്തിന് ഈ ഒരു പാത വരുന്നതോടുകൂടി വലിയൊരു ഉണർവാണ് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല ഈ പദ്ധതി മേഖല അത് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഇതാണ് നമ്മൾ ഈ മാപ്പ്, ഇതാണ് ഈ പദ്ധതി മേഖല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ടൗണായ കട്ടപ്പനയിൽ നിന്ന് തമിഴ്നാട്ടിലെ തേനിയിലേക്കാണ് ഈ പാത പോകുന്നത്. തമിഴ്നാട്ടിലെ തേനി കമ്പമെട്ടിലേക്കാണ് ഈ പാത പോകുന്നത്. ഈ തുരങ്കപാത വിഭാവനം ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാവുന്ന പോലെ നിലവിലെ റോഡ് മാർഗം നോക്കൂ. ഈ കാണുന്നതാണ് ഇതിന്റെ റോഡ് മാർഗം. ഈ റോഡ് മാർഗമാണെങ്കിൽ ഈ റോഡ് മാർഗം സഞ്ചരിച്ച് നമുക്ക് ഇപ്പോൾ ഈ രീതിയിൽ കമ്പമെട്ടിലേക്ക് എത്തണമെങ്കിൽ 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ ടൗണുകൾ തമ്മിലുള്ള ദൂരം 40 കിലോമീറ്റർ ആണെങ്കിൽ തുരങ്കപാത വരുന്നതോടുകൂടി, ഇതാണ് തുരങ്കപാത, നമ്മൾ ഈ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് തുരങ്കപാത. ഈ തുരങ്കപാത ഇങ്ങനെ വിഭാവനം ചെയ്ത് ഇവിടേക്ക് എത്താൻ വേണ്ടി എടുക്കുന്നത് 12 കിലോമീറ്റർ. അതായത് റോഡ് മാർഗം പോയാൽ ഇങ്ങനെ കറങ്ങി ചുറ്റി 40 കിലോമീറ്റർ എടുക്കുമെങ്കിൽ അത് തുരങ്കപാത വന്നു കഴിഞ്ഞാൽ 12 കിലോമീറ്ററായി ചുരുങ്ങും എന്നുള്ളതാണ് ഏറ്റവും, അതായത് പകുതിക്കും പകുതിയായി ചുരുങ്ങും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വലിയ പ്രത്യേകത. അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടവും. കേരളത്തിലേക്ക് പച്ചക്കറിയും ഇറച്ചിക്കോഴിയും അതേപോലെ മുട്ടയും അടക്കം അവശ്യ വസ്തുക്കളൊക്കെ ഏറ്റവും അധികം വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഏതാ? തമിഴ്നാട് തന്നെ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ചരക്ക് നീക്കത്തിൽ ഈ പദ്ധതി, ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന കട്ടപ്പന തേനി തുരങ്കപാത, അത് വളരെ പ്രധാനമാണ്. ചരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക രീതിയിലാകും ഈ തുരങ്കപാത നിർമ്മാണം. നമുക്കറിയാം, ഇപ്പം ഈ മാപ്പ് വരച്ചിരിക്കുന്നത് തന്നെ നോക്കൂ, ഒരു ചരിഞ്ഞ രീതിയിലാണ്. ഇങ്ങനെയാണ് ആ മാപ്പ്, പദ്ധതി പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ചരിഞ്ഞ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കാരണം ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 490 മീറ്റർ ഉയരത്തിലാണ് തേനി ജില്ലയിലെ കമ്പൻ ടൗൺ നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതി ഒരു ചരിഞ്ഞ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ കട്ടപ്പന നഗരം എന്ന് പറയുന്നത് 870 മീറ്റർ ഉയരത്തിലും. അപ്പൊ കമ്പവും കട്ടപ്പനയും തമ്മിലുള്ള ഉയര വ്യത്യാസം എന്ന് പറയുന്നത് 270 മീറ്റർ ആണ്. 100 മീറ്റർ പാത നിർമ്മിക്കുമ്പോൾ 5 മീറ്റർ വരെ ചരിവ് ആകാം എന്നതാണ് ഈ നിർമ്മാണത്തിന്റെ ഒരു രാജ്യാന്തര മാനദണ്ഡം. ഇവിടെ തുരങ്കപാത നിർമ്മിക്കുകയാണെങ്കിൽ 2.25 മീറ്റർ ചരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിണ്ടിക്കൽ തേനി കുമളി 4 വരി പാത ഉടൻ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പാതയിലെത്താനും 12 കിലോമീറ്റർ മാത്രം മതിയാകും. തേനി ലോവർ ക്യാമ്പ് റെയിൽപാത പദ്ധതി കൂടി വരുന്നതോടെ ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ളവ കൂടുതൽ എളുപ്പത്തിലാവുകയും ചെയ്യും. അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് സമയ ലാഭമാണ് അല്ലേ? ഇത്രയും ദൂരം ട്രാവൽ ഉണ്ട്. ഒരു 40 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യേണ്ടത് 12 കിലോമീറ്ററായി കുറയും. തമിഴ്നാടിനെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഈ ടൂറിസം മേഖലയിലും ഈ തുരങ്കപാത വരുന്നതോടുകൂടി ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നിലവിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ആൽവിൻ പറഞ്ഞു തരും കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്, അവിടുത്തെ നാട്ടുകാരുടെ കൂടെ പ്രതികരണങ്ങൾ കൂടി എങ്ങനെയാണെന്ന് ആൽവിൻ പറയും. ആൽവിൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ 2025 ഓഗസ്റ്റ് മാസത്തിൽ എം ജിനദേവൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാൽവരി മൗണ്ടിൽ ഒരു സെമിനാർ നടക്കുന്നു, നവ ഇടുക്കി പുതുവഴികൾ അല്ലെ. ഈ സെമിനാറിൽ കട്ടപ്പന തേനി തുരങ്കപാത എന്നൊരു ആശയം ആദ്യം ഉയർന്നു വരുന്നു. അത് മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ആ സെമിനാർ. അന്ന് അവിടെ തുടങ്ങിയ ആ ഒരു ആശയമാണ് ഇന്നിപ്പോൾ ഈ 10 കോടി അനുവദിക്കുന്നതിൽ വരെ എത്തി നിൽക്കുന്നത്. പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചു, അതിന്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ പദ്ധതിയെ എങ്ങനെയാണ് ഇടുക്കിക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്? ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ ഇപ്പോൾ എന്തൊക്കെ നീക്കങ്ങൾ നടത്തുന്നു ആൽവിൻ? ശ്രീലക്ഷ്മി, ഗുഡ് ഈവനിങ്. നമുക്ക് അറിയാവുന്നതുപോലെ ഏറ്റവും സാധ്യതയുള്ള ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയ്ക്ക് വലിയ സാധ്യതകൾ
തുറന്നു കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് വേണം നമുക്ക് ഈ തുരങ്കപാതയെ നമുക്ക് കാണാൻ. പ്രത്യേകിച്ച് കട്ടപ്പന മുതൽ തമിഴ്നാടിൻ്റെ മറ്റൊരു അതിർത്തി പ്രദേശമായ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കമ്പത്തിലേക്ക് ഒരു തുരങ്കപാത എന്നുള്ളതാണ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി നടത്തിയ ഒരു സെമിനാറിലാണ് ഇത്തരത്തിലൊരു വിഭാവനം ചെയ്ത ഒരു പദ്ധതി എന്ന നിലയിൽ ഇത് വരുന്നത്. ഇത് ഗ്രീൻ കേരള ഇടുക്കി എന്ന പേരിലുള്ള ഒരു കമ്പനിയാണ് ഇത്തരമൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും അവരത് സംബന്ധിച്ചുള്ളൊരു പഠനം നേരത്തെ തന്നെ നടത്തുകയും ചെയ്തു. അത് ഈ സെമിനാറിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഈ സെമിനാറിൽ ഡോക്ടർ തോമസ് ഐസക് മുൻ ധനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തിരിക്കുകയും ചെയ്തിരുന്നു. ആ സെമിനാറിലാണ് ഇത്തരത്തിലൊരു നൂതന ആശയം, കട്ടപ്പന മുതൽ കമ്പം വരെ ഒരു തുരങ്കപാത വരികയാണെങ്കിൽ ആ പ്രദേശത്തെ വലിയ തോതിലുള്ള വികസന സാധ്യത അത് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇത് ഗവൺമെൻറ്റിലേക്ക് പിന്നീട് അവതരിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം ഇന്നലെ സംസ്ഥാന ബജറ്റിൽ ഇതിന് സാധ്യതാ പഠനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ കട്ടപ്പനയുടെ പാറക്കടവ് മുതലാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. കട്ടപ്പന പാറക്കടവ് മുതൽ കമ്പം 1-ാം വളവ് വരെയാണ് ഈ പദ്ധതിയുടെ ദൂരം എന്നുള്ളത്, ഈ തുരങ്കപാത പോകുന്ന ദൂരം എന്നുള്ളത്. അത് ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരം മാത്രമാണ്. നമ്മൾ കമ്പത്തേക്ക് കട്ടപ്പന വഴി കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, റോഡ് മാർഗം പോവുകയാണെങ്കിൽ 40 കിലോമീറ്റർ വരുന്ന സ്ഥാനത്താണ് ഇത് 12 കിലോമീറ്ററായി ചുരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇടുക്കിയുടെ ഹൈറേഞ്ചിന് മേഖലയ്ക്ക് വലിയ വികസന കുതിപ്പ് ഇത് നൽകാൻ ഇടയുള്ള ഒരു പദ്ധതി കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ, അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ സുഗന്ധവ്യഞ്ജനങ്ങളടക്കം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചരക്ക് നീക്കം നടത്തുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ശബരിമലയിൽ നിന്നുള്ള തീർത്ഥാടകർ വരികയും പോവുകയും ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയും ഈ പാത വലിയ തോതിൽ ഉപകാരപ്പെടുമെന്നതിൽ തർക്കമില്ല. ഹൈറേഞ്ചുകാർക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതിയെ കാണുന്നത്. ഈ പദ്ധതി പൂർത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇടുക്കിയുടെ കട്ടപ്പന ഉൾപ്പെടുന്ന ഹൈറേഞ്ച് മേഖലയ്ക്ക് വലിയ സാധ്യതകൾ തുറന്നു ലഭിക്കുകയാണ്. മുമ്പ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ പഠനത്തിനായുള്ള അല്ലെങ്കിൽ അവർ പഠനം നടത്തിയവർ പറയുന്നത് ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 490 മീറ്റർ മുകളിലാണ് കമ്പം ടൗൺ ഉള്ളത്. അതേസമയം കട്ടപ്പന ടൗൺ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 870 മീറ്റർ ഉയരത്തിലാണ് ഉള്ളത്. ഇത് തമ്മിലുള്ള ഈ വ്യത്യാസമെന്ന് പറയുന്നത് 270 മീറ്റർ മാത്രമാണ്. ഇത് തുരങ്കപാത നിർമ്മിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു തുരങ്കപാത നിർമ്മിക്കാൻ ഉണ്ടാകുന്ന ഒരു ചെരിവ് എന്ന് പറയുന്നത് 5 മീറ്റർ വരെ ചെരിവുണ്ടാകാമെന്നുള്ളതാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കുമ്പോൾ അതിന് അത്രയും ചെരിവ് വരെ ആകാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഏതാണ്ട് 2.2% മാത്രമാണ് ചെരിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫീസിബിളാണ് ഈ പദ്ധതി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനുവേണ്ടി ഈ പദ്ധതിയോട് പറയുന്നത് അവരുടെ ഒരു അഭിപ്രായമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് അവർ ഈ പദ്ധതിയെ കാണുന്നത്. നമുക്കറിയാവുന്ന പോലെ, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ, വിവിധ മേഖലകളിൽ വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. അത് എത്രയും വേഗം സാധ്യമാവുകയാണെങ്കിൽ അത്രയും വേഗം ഇടുക്കിയുടെ ഹൈറേഞ്ചിന് വലിയ ഗുണകരമാകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് തമിഴ്നാടുമായി കൂടുതൽ അടുത്ത ബന്ധം വരുന്നു, കൂടുതൽ റോഡ് മാർഗം കൂടുതൽ അടുപ്പമുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴും സ്വാഭാവികമായും തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ പച്ചക്കറിയൊക്കെ വരുന്നതിനൊക്കെ പറഞ്ഞ പോലെ ഇടുക്കി തേനി കട്ടപ്പന തേനി ഈ റൂട്ട് എത്രയും വേഗം വരട്ടെ അല്ലേ, വികസനം വരുന്ന എപ്പോഴും അടിപൊളിയാണല്ലോ. അങ്ങനെ ഇടുക്കി കൂടുതൽ കൂടി, നിലവിൽ ഇടുക്കിയാണ്, കുറച്ചും കൂടെ ഒന്ന് മിടുക്കിയായി തീരട്ടെ ഇത് വരുന്നതോടുകൂടി.